പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് ഇറാന്റെ മുന്നിൽ ചത്ത് ചാമ്പലായി വീണിരിക്കുകയാണ് എന്നുള്ള സത്യമാണ് ലോകം അറിയുന്നത് ഈ നിമിഷം. അതായത് വെല്ലുവിളി നടത്തിയിട്ട് മണിക്കൂറുകളായിട്ടില്ല, 24 മണിക്കൂറിനുള്ളിൽ ഓർമോസ് കടലിടുക്ക് തുറന്നിട്ടില്ലെങ്കിൽ കളി കാണേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഇറാന്റെ മറുപടിയിൽ ചത്ത് ചാമ്പലായിരിക്കുകയാണ് അമേരിക്ക, അതായത് US-ഉം ട്രംപും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്ക ഈ നിമിഷം 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വെല്ലുവിളി കഴിഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടില്ല, അതിനുശേഷം അമേരിക്ക ഇറാന്റെ മറുപടി കേട്ട് നെട്ടിയിട്ട് 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട സത്യം, ഇറാനുമായിട്ട് അമേരിക്ക ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായി കൊണ്ട് തന്നെ 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ആ ഒരു സമയത്തും ചർച്ചകൾ തുടർന്ന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിന് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല എന്നുള്ളതാണ്. ട്രംപ് ഈ ഒരു 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇസ്രായേൽ ഇറാനിൽ വലിയ അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേലിന് ഇതിനെക്കുറിച്ചൊരു ധാരണയുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് അമേരിക്കയും ഇസ്രായേലുമുള്ള ആ ഒരു നിലപാട് വഷളാവുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇറാൻ പിടിച്ചെടുത്ത് അമേരിക്ക വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ട്രംപ് വന്നിരിക്കുന്നു, മുട്ടുമടക്കിയിരിക്കുന്നു. ഇതാണ് ഈ നിമിഷം വരുന്ന ഈ മണിക്കൂറിലെ ഏറ്റവും വലിയ വാർത്ത. എന്തായാലും ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.